ഈ പൈനിയറിൻ്റെ പഴയ കാർ സ്റ്റീരിയോ വെച്ച് കിടിലം മ്യൂസിക് സിസ്റ്റം വീട്ടിലേക്ക് കൊണ്ടേക്ക് എടുത്താലോ? അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പൈനിയറിൻ്റെ തന്നെ ഓവൽ ഷേപ്പിലുള്ള 2 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു 8 വർഷം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോഴും കിടിലൻ സൗണ്ടാണ്. ഈ സ്പീക്കറുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റിയ 2 ബോക്സുകൾ പഴയത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇത് നമ്മൾ കേബിൾ ഉള്ളിക്കട എടുത്ത ശേഷം 4 സ്ക്രൂകൾ ഇട്ട് സ്പീക്കറുകൾ ടൈറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ബോക്സിലേക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ഡ്രൈവർ തെന്നിപ്പോയി സ്പീക്കറിൻ്റെ ഡയഫ്രഗത്തിലേക്ക് കൊള്ളാതെ സൂക്ഷിച്ചു വേണം. നമ്മുടെ കാർ സ്റ്റീരിയോ 4 ചാനൽ ആയതുകൊണ്ട് തന്നെ ഇതുകൂടാതെ ഫിലിപ്സിൻ്റെ ഒരു 3-വേ സ്പീക്കർ ബോക്സ് കൂടി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റീരിയോ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ബാക്കിലുള്ള യെല്ലോയും റെഡ് വയറും കൂടെ ഒന്നിച്ച് പോസിറ്റീവിലേക്കാണ് കൊടുക്കേണ്ടത്. ഇതിലെ ബ്ലാക്ക് വയർ ആണ് നേരെ നെഗറ്റീവിലേക്ക് കൊടുക്കേണ്ടത്. നമുക്ക് സ്പീക്കറിലേക്ക് കൊടുക്കാൻ വേണ്ടി ടോട്ടൽ 8 വയറുകളുണ്ട്. നമ്മൾ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്പീക്കറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഫുൾ വൈറ്റ് വയർ നേരെ പോസിറ്റീവിലേക്കും വൈറ്റും ബ്ലാക്കും കൂടി വയർ നേരെ നെഗറ്റീവിലേക്കും കൊടുക്കണം. ഈ സ്റ്റീരിയോയിൽ നിന്നും ഫ്രണ്ടിലും അതുപോലെ റിയറിലും വരുന്ന സ്പീക്കറുകളിലേക്ക് ഏതൊക്കെ വയർ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഫുൾ ലിസ്റ്റ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഓരോ വയറുകളും കണക്ട് ചെയ്ത ശേഷം കറക്റ്റായിട്ട് ഇൻസുലേഷനും ചെയ്യണം. ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ കണ്ണ 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. ഈ സ്റ്റീരിയോയിൽ ബ്ലൂടൂത്ത് ഇല്ലായിരുന്നു. അപ്പോൾ പെൻഡ്രൈവ് വെച്ചാണ് പാട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് ആഡ് ചെയ്യണ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.